നമസ്കാരം. പൊതുവെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുന്നവർക്ക് ഒരു ചിന്തയുണ്ട്. അവർക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നില്ല. അതിനാൽ അവര് മറ്റ് പ്രോട്ടീൻ സോഴ്സസ് മറ്റുള്ള ഒരുപാട് പ്രോട്ടീൻ സോഴ്സസിന് ആശ്രയിക്കേണ്ടി വരും. അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കഴിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവർ പലരുമുണ്ട്. മറിച്ചും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർ പ്രോട്ടീൻസ് ഒരുപാട് കിട്ടുന്നുണ്ട്, അതിനാൽ വേറെ പ്രോട്ടീൻസ് ഒന്നും കഴിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് ദ പോയിന്റ് ഇസ്, പൊതുവെ ഫ്രൂട്ട്സ് പ്രോട്ടീൻസ് കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കളാണ്. ഫാക്റ്റാണ്. ഇത് കേൾക്കുന്നവർക്ക് ചിലർക്കെങ്കിലും അതിശയം ഉണ്ടാവും. ഫ്രൂട്ട്സിനെ കുറിച്ച് എപ്പോഴും ഘോരഘോരം പ്രസംഗിക്കുന്ന ഇയാൾ എന്തിനാ ഇന്ന് ഫ്രൂട്ട്സിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഫാക്ടേഴ്സ്, ഫ്രൂട്ട്സിൽ മിനറൽസ്, വൈറ്റമിൻസ്, ഫൈബർ, അങ്ങനത്തെ ഒരുപാട് കോമ്പോണൻസ് ഉണ്ട്. ഒരുപാട് ന്യൂട്രീഷ്യസ് കോമ്പോണൻസ് ഉണ്ട് എങ്കിലും പ്രോട്ടീൻസിൽ പൊതുവെ കുറവാണ്. എന്നാൽ പ്രോട്ടീൻസിന്റെ കാര്യത്തിൽ ലോകത്തിലെ നമ്പർ 1 ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു നാടൻ ഫ്രൂട്ടാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? മറ്റൊന്നുമല്ല, നമ്മുടെ നാടൻ പേരയ്ക്കയാണ് കഥാപാത്രം. ഈ നാടൻ പേരയ്ക്കാണ് ഫ്രൂട്ട്സിൽ വെച്ച് ഏറ്റവും സർവ്വസാധാരണമായ വില കുറഞ്ഞ അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ ഫ്രൂട്ട്സിന്റെ കാര്യമാണ് പറയുന്നത്. ഫാൻസി ഫ്രൂട്ട്സിലേക്കൊന്നും നമുക്ക് പോകണ്ട. അതായത് ബ്ലാക്ക് ബെറീസ് അല്ലെങ്കിൽ ആപ്രിക്കോട്ട്സ് എന്നൊക്കെ പറയുന്ന ഫാൻസി ഫ്രൂട്ട്സിലേക്ക് നമ്മൾ പോകേണ്ട. ഒരു സാധാരണക്കാരന് വാങ്ങിച്ച് കഴിക്കാൻ മുതലാവുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സാണ് ഇവിടെ പറയുന്നത്. നാടൻ ഫ്രൂട്ടായ പേരയ്ക്ക. പേരയ്ക്കയെക്കുറിച്ച് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പേരയ്ക്കയെക്കുറിച്ച് ചില പുതിയ അറിവുകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനാൽ ഈ വീഡിയോ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ 100 ഗ്രാം പേരയ്ക്കയിൽ ഏതാണ്ട് 4.5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് എന്നാണ്. 4.5 ഗ്രാം വലിയൊരു അളവൊന്നുമല്ല, എന്നാലും ഫ്രൂട്ട്സിൽ വെച്ചിട്ട് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് പ്രോട്ടീൻ കണ്ടന്റ്. ഇനി പേരയ്ക്കയുടെ വേറെ ചില ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് വൈറ്റമിൻ സിയുടെ അളവാണ്. പൊതുവെ നമ്മൾ വൈറ്റമിൻ സിയെ കുറിച്ച് പറയുമ്പോൾ സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ ഇനത്തിൽ പെട്ട ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെയാണ് പറയാറ്. അതിൽ പെടാത്തതും എന്നാൽ വളരെ നല്ല നിലവാരത്തിൽ വളരെ നല്ല അളവിൽ വൈറ്റമിൻ സി ഉൾക്കൊള്ളുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. അത്യാവശ്യം ഫോളിക് ആസിഡ് ഇതിലുണ്ട്. അപ്പോൾ പേരയ്ക്കൊക്കെ എല്ലാം ഗുണങ്ങൾ മാത്രമല്ല, ദോഷങ്ങളില്ലേ? തീർച്ചയായിട്ടും ദോഷങ്ങളുണ്ട്. അതിലൊന്ന് ശ്രദ്ധിക്കുക, ഈ പേരയ്ക്ക ജ്യൂസ് അടിച്ച് കുടിക്കുന്ന പ്രമേഹ വൃക്ക രോഗമുള്ളവർക്ക് അപകടമാവാം. കാരണം ഇതിലെ പൊട്ടാസ്യം കണ്ടന്റ് കൂടുതലാണ്. പൊതുവെ പേരയ്ക്കയിൽ പൊട്ടാസ്യം കണ്ടന്റ് പൊടിക്ക് കൂടുതലാണെങ്കിലും ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരുണ്ട്. എനിക്കറിയില്ല ഈ പേരയ്ക്കയെ സത്യം പറഞ്ഞാൽ എന്തിനാ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇൻഫാക്ട് മാർക്കറ്റിൽ ഗ്വാവ ജ്യൂസ് എന്ന് പറഞ്ഞ പാക്കറ്റിൽ ഇറങ്ങണ സാധനമുണ്ട്, ഈ ടെട്രാ പാക്കിൽ. പ്രമേഹ രോഗികൾ പൊതുവെ ഒഴിവാക്കണം എല്ലാ തരത്തിലുള്ള ജ്യൂസസും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇതില് പ്രമേഹ വൃക്ക രോഗമുള്ളവര് നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് ഗ്വാവ ജ്യൂസ്. പൊതുവെ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടാസ്യത്തിന്റെ അളവ് ജ്യൂസസിലായിരിക്കും കൂടുതൽ. അതുകൊണ്ട് ഒരു കാരണമാണ് ജ്യൂസസ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എന്നാൽ വേറെ ചില ഗുണങ്ങളും പേരയ്ക്കൊക്കെയുണ്ട്. അതില് ഈ ചുവന്ന പേരയ്ക്കയിൽ ഈ തക്കാളിയിലുള്ള അതേ ആന്റി ഓക്സിഡന്റായ ലൈക്കോപ്പീൻ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. ലൈക്കോപ്പീൻ എന്ന് പറയുന്ന സാധാരണ നമ്മുടെ നാടൻ പേരയ്ക്കയിൽ ലൈക്കോപ്പീൻ ഉണ്ടോ? അതിലും ലൈക്കോപ്പീൻ ഉണ്ട്, ചെറിയ അളവിലാണെന്ന് മാത്രം. വളരെ നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം? പ്രായത്തിന്റെ മാറ്റങ്ങൾ ശരീരത്തിൽ വരുന്നത് ഒരു പരിധിവരെ തടയാനും പിന്നെ പല്ലുകൾക്കും അസ്ഥികൾക്കും ബലം കൊടുക്കാനും വളരെ നല്ലതാണ് ഈ ഒരു ആന്റി ഓക്സിഡന്റ്. പ്രായസംബന്ധമായ തേയ്മാനങ്ങളും ബലക്ഷയവും ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ പേരയ്ക്ക് മൊത്തത്തിലൊരു നല്ല ഫ്രൂട്ടാണെന്നുള്ളതിൽ നമ്മുടെ പൂർവികർക്കൊക്കെ അറിയാമായിരുന്നു, നമുക്കറിയാം. പക്ഷെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന കൂട്ടത്തില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ വില കൊടുത്ത് ഓരോ ഫാൻസി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച്
അതിലെന്തോ എന്താ ഇതായിട്ടുള്ള മഹത്തായ എന്തോ പോഷകാംശങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. റോങ്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു പഴം ശരിക്കും പറഞ്ഞ പേരയ്ക്കാണ്. വളരെ സുഗമമായിട്ട്, വളരെ സുഖമായിട്ട്, വളരെ കുറഞ്ഞ വിലയ്ക്ക്, വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് പേരയ്ക്ക, അല്ലേ? സോ പ്ലീസ് ഹാവ് ഇറ്റ് ടു യുവർ ഹാർട്ട്സ് കണ്ടന്റ്. പക്ഷെ വേറൊരു കാര്യം കൂടി, ഇതിൽ ഉപ്പും മുളകൊക്കെ ചേർത്ത് കഴിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. ദയവായി അത് ഒഴിവാക്കുക. പേരയ്ക്ക എസ്പെഷ്യലി നിങ്ങളുടെ വീട്ടിലെ മരത്തിലാണ് ഉണ്ടാവുന്നെങ്കിൽ കടിച്ച് പറിച്ച് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പല്ലുകൾക്കും നല്ലതാണെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. സോ ഇതിൽ നിന്ന് എണ്ണ എടുക്കും എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ഇതിൻ്റെ ആ ബീജമില്ല, അതിൻ്റെ ആ സീഡ്സിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള എണ്ണ എടുക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് വെരി വെരി ന്യൂട്രീഷ്യസ്. ഗുവാവ സീഡ് ഓയിൽ എന്ന് പറയും. എനിവേ, യു ക്യാൻ റീഡ് അപ്പ് മോർ അബൌട്ട് ഇറ്റ്. അത് ഇവിടെ അപ്രസക്തമാണെങ്കിൽ ക്ഷമിക്കുക. ബട്ട് റിമെമ്പർ, ഏറ്റവും പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട് ഈസ് അവർ ഓൺ പേരയ്ക്ക. പേരയ്ക്കാക്കി ജയ്. താങ്ക്സ് ഫോർ വാച്ചിങ്.